Hi dears, welcome to Indo Learning. രണ്ടാം ക്ലാസ് ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റിലെ ലില്ലി ആൻഡ് ദ ബെയർ എന്ന ലെസണിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഇതിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് ലില്ലി എന്ന ഒരു കൊച്ചു പെൺകുട്ടിയും ഒരു കരടിയുമാണ്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളല്ല. എന്നാൽ ആരാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഡിയേഴ്സ്, ലില്ലി ആൻഡ് ദ ബെയർ, ലില്ലിയും കരടിയും. നോക്കൂ, ഇവിടെ ധാരാളം ടോയ്സ് അഥവാ കളിപ്പാട്ടങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ലില്ലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കളിപ്പാട്ടമാണ്. നമുക്കത് നോക്കാം. ലില്ലി ഹാഡ് എ ടോയ്. ലില്ലി ഹാഡ് എന്നാൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. ലില്ലി ഹാഡ് എ ടോയ്. ടോയ് എന്നാൽ കളിപ്പാട്ടം. ലില്ലിക്ക് ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. ഇറ്റ് അത് എന്നാൽ കളിപ്പാട്ടം. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡ്ഡി ബെയർ. ഇറ്റ് വാസ് അതായിരുന്നു. എന്തായിരുന്നു? എ ബ്യൂട്ടിഫുൾ എന്നാൽ മനോഹരമായ. ടെഡ്ഡി ബെയർ എന്താണ്? ടെഡ്ഡി ബെയർ എന്നാൽ കരടിയെ പോലെയുള്ള ഒരു കളിപ്പാവ. അത് കരടിയെ പോലെയുള്ള മനോഹരമായ ഒരു കളിപ്പാവ ആയിരുന്നു. ഇറ്റ്സ് എന്നാൽ അതിന്റെ നെയിം പേര് വാസ് ആയിരുന്നു. എന്തായിരുന്നു? ബെല്ല. അതിന്റെ പേര് ബെല്ല എന്നായിരുന്നു. ആ കളിപ്പാവയ്ക്കും നിങ്ങളെ പോലെ പേരുണ്ട്. പേരെന്താണ്? യെസ്, ബെല്ല. നോക്കൂ, ലില്ലിയുടെ കളിപ്പാവയെ യെസ്, ഇതെന്താണ്? ടെഡ്ഡി ബെയർ ആണ്. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ബെല്ലയ്ക്ക് ഹാഡ് ഉണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നത്? ഷൈനിങ് എന്നാൽ തിളങ്ങുന്ന, പ്രകാശിക്കുന്ന. ബ്ലൂ ഐസ് നീല കണ്ണുകൾ. ബെല്ലയ്ക്ക് തിളങ്ങുന്ന നീല കണ്ണുകൾ ഉണ്ടായിരുന്നു. എത്ര മനോഹരമായിരിക്കും അതിന്റെ കണ്ണുകൾ. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ് ആൻഡ് എ ബ്രൗൺ ടൈ. ഇറ്റ് ഹാഡ് അതിനുണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നത്? എ റെഡ് ക്യാപ്പ്, ഒരു ചുവന്ന ക്യാപ്പ്, തൊപ്പി. അതിന് ഒരു ചുവന്ന തൊപ്പി ഉണ്ടായിരുന്നു. കൂട്ടുകാർക്ക് കാണാം, ഇതാ ചുവന്ന തൊപ്പി. ആൻഡ് കൂടാതെ എ ബ്രൗൺ നിറത്തിലുള്ള ടൈയും ഉണ്ടായിരുന്നു. ബ്രൗൺ നിറത്തിലുള്ള ഒരു ടൈയും അതിനുണ്ടായിരുന്നു. നോക്കൂ, ബ്രൗൺ നിറത്തിലുള്ള ടൈ നോക്കൂ. യെസ്, അപ്പോൾ ബെല്ലയ്ക്ക് തിളങ്ങുന്ന നീല കണ്ണുകളും ചുവന്ന തൊപ്പിയും ബ്രൗൺ നിറത്തിലുള്ള ടൈയും ഉണ്ടായിരുന്നു. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് സൗണ്ട്. ബെല്ല കുഡ് മേക്ക് എന്നാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. കുഡ് കഴിയുമായിരുന്നു. ബെല്ല കുഡ് മേക്ക്, ബെല്ലയ്ക്കുണ്ടാക്കാൻ കഴിയുമായിരുന്നു. എന്താണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നത്? എ വൂപ്പ് സൗണ്ട്. അല്ലെ, വൂപ്പ് എന്ന സൗണ്ട് ഉണ്ടാക്കാൻ ബെല്ലയ്ക്ക് കഴിയുമായിരുന്നു. നിങ്ങളെപ്പോലെ ബെല്ല സംസാരിക്കില്ല, എന്നാൽ ബെല്ലയ്ക്ക് വൂപ്പ് എന്ന സൗണ്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ലില്ലി കണ്ടെത്തി. എന്താണ് കണ്ടെത്തിയത്? ബെല്ല മിസ്സിംഗ് എന്നാൽ കാണാതായി. ബെല്ലയെ കാണാതായിട്ടുള്ളത് ഒരു ദിവസം ലില്ലി കണ്ടെത്തി. ഷീ ഫെൽറ്റ് എന്നാൽ തോന്നി എന്നാണ് അർത്ഥം. സേഡ് ദുഃഖം. അവൾക്ക് ദുഃഖം തോന്നി. അതായത് അവൾക്ക് സങ്കടമുണ്ടായി. കാരണം എന്താണ്? അവളുടെ പ്രിയപ്പെട്ട ടോയാണ് ടെഡ്ഡി ബിയർ. അതിനെ കാണാതായപ്പോൾ ലില്ലിക്ക് സങ്കടമായി. അവൾ സെർച്ച്ഡ് എന്നാൽ തിരഞ്ഞു എന്നാണ് അർത്ഥം. അതിനെ
അവൾ അതിനെ തിരഞ്ഞു. എവരിവേർ, എല്ലായിടത്തും. അവൾ അതിനെ എല്ലായിടത്തും തിരഞ്ഞു. ആരായിരിക്കും കൂട്ടുകാരെ അവളുടെ പ്രിയപ്പെട്ട ടെഡ്ഡി ബെയറിനെ കൊണ്ടുപോയത്? നമുക്ക് നോക്കാം. ലില്ലി ഫൗണ്ട്, ലില്ലി കണ്ടെത്തി. ബെല്ലാസ് റെഡ് ക്യാപ്പ്, ബെല്ലയുടെ റെഡ് ക്യാപ്പ്, ചുവന്ന തൊപ്പി. എവിടെയാണ് കണ്ടെത്തിയത്? നിയർ ദി ഗേറ്റ്, നിയർ അരികെ. നിയർ ദി ഗേറ്റ്, ഗേറ്റിനരികെ ലില്ലി ബെല്ലയുടെ ചുവന്ന തൊപ്പി കണ്ടെത്തി. കൂട്ടുകാർക്ക് കാണാം ഇവിടെ റെഡ് ക്യാപ്പ്. മാത്രമല്ല ഷീ സോ, അവൾ കണ്ടു. എന്താണ് കണ്ടത്? ദ ഫുട് പ്രിന്റ്സ്. ഫുട് പ്രിന്റ്സ് എന്നാൽ എന്താണ്? കാലടിപ്പാടുകൾ. ഓഫ് എ ബിഗ് ബെയർ, ഒരു വലിയ കരടിയുടെ. അവിടെ, അവിടെ ഒരു വലിയ കരടിയുടെ കാലടിപ്പാടുകൾ ബെല്ല കണ്ടു. കൂട്ടുകാർ നോക്കൂ, കാലടിപ്പാടുകൾ കൂട്ടുകാർക്ക് കാണാം. അപ്പോൾ അവൾക്ക് മനസ്സിലായി ആരാണ് അവളുടെ ബെല്ലയെ കൊണ്ടുപോയതെന്ന്. അവൾ ഒരു യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. എവിടേക്കാണ് അവൾ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. ഐ മസ്റ്റ് ഫൈൻഡ്, ഫൈൻഡ് എന്നാൽ കണ്ടെത്തുക. ഐ മസ്റ്റ് ഫൈൻഡ്, എനിക്ക് കണ്ടെത്തണം. മൈ ബെല്ല, എന്റെ ബെല്ലയെ. എനിക്ക് എന്റെ ബെല്ലയെ കണ്ടെത്തണം. ലില്ലി took some buns and a bottle of water in her bag. ലില്ലി took, ലില്ലി എടുത്തു. എന്തൊക്കെയാണ് എടുത്തത്? some buns, കുറച്ച് ബൺസും, and a bottle of water. a bottle of water എന്നാൽ എന്താണ്? ഒരു കുപ്പി വെള്ളവും. in her bag, അവളുടെ ബാഗിൽ. ലില്ലി അവളുടെ ബാഗിൽ കുറച്ച് ബൺസും ഒരു ബോട്ടിൽ വെള്ളവും എടുത്തു. നോക്കൂ കൂട്ടുകാർക്ക് കാണാം ഇവിടെ ഒരു ബോട്ടിൽ വെള്ളം, കുറച്ച് ബൺസ്. എന്നിട്ട് എന്താ ചെയ്തത്? ഷീ, അവൾ സ്റ്റാർട്ടഡ്, തുടങ്ങി. എന്തിനാ തുടങ്ങി? സ്റ്റാർട്ടഡ് വാക്കിംഗ്, അവൾ നടക്കാൻ തുടങ്ങി. ഫോളോയിങ്, പിന്തുടർന്നുകൊണ്ട്. ദ ഫുട് പ്രിന്റ്സ്, കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അവൾ നടക്കാൻ തുടങ്ങി. എവിടേക്കായിരിക്കും ലില്ലി പോയിരിക്കുക? ബെയർ എവിടെയാണ് ഉണ്ടാവുക? യെസ്, ഫോറസ്റ്റിലാണ്. നോക്കൂ, ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. ലില്ലി റീച്ച്ഡ്, എത്തി. എ ഫോറസ്റ്റ്, ഒരു കാട്ടിലെത്തി. നിയർ ബൈ എന്നാൽ അടുത്തുള്ള. അടുത്തുള്ള ഒരു കാട്ടിൽ ലില്ലി എത്തി. ഷീ സോ എ ബിഗ് ബെയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. ഷീ സോ, അവൾ കണ്ടു. എന്താണ് കണ്ടത്? എ ബിഗ് ബെയർ, ബെയർ കരടി. എ ബിഗ് ബെയർ, ഒരു വലിയ കരടി. സിറ്റിംഗ്, ഇരിക്കുന്നത്. അണ്ടർ, ചുവട്ടിൽ. എ ട്രീ, ഒരു മരം. ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു വലിയ കരടി ഇരിക്കുന്നത് അവൾ കണ്ടു. നോക്കൂ കൂട്ടുകാർക്ക് കാണാം, ദാ ഇവിടെ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഒരു കരടി ഇരിക്കുന്നു. അതിന്റെ കയ്യിൽ എന്താണുള്ളതെന്ന് നോക്കൂ. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ബെല്ല വാസ്, ബെല്ലയായിരുന്നു. എവിടെയായിരുന്നു? ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്, അതിന്റെ കൈകളിലായിരുന്നു. അപ്പോൾ നമ്മുടെ ലില്ലി എന്താണ് പറഞ്ഞത്? ഇല്ലേ, പറഞ്ഞ ഭാഗം ഡബിൾ കൊട്ടേഷൻ കൂട്ടുകാർക്ക് കാണാം. ദാറ്റ്സ് മൈ ടെഡി. ദാറ്റ്സ് എന്നാൽ ദാറ്റ് ഈസിന്റെ ഷോർട്ട് രൂപമാണ്. ദാറ്റ്സ് മൈ ടെഡി, അത് എന്റെ ടെഡിയാണ്. ഗിവ് ബാക്ക്, ഗിവ് ബാക്ക് എന്നാൽ തിരിച്ചു തരൂ. ഗിവ് ഇറ്റ് ബാക്ക്, അത് തിരിച്ചു തരൂ. ലില്ലി സെഡ്, ലില്ലി പറഞ്ഞു. അല്ലേ, ലില്ലി എന്താണ് ബെയറിനോട് പറഞ്ഞത്? ദാറ്റ്സ് മൈ ടെഡി, അതെന്റെ ടെഡിയാണ്. ഗിവ് ഇറ്റ് ബാക്ക്, അത് തിരിച്ചു തരൂ. അപ്പൊ കരടി എന്താണ് പറയുന്നത്? നോ, ഇല്ല. ദ ബെയർ, കരടി ഗ്രോൾഡ്. ഗ്രോൾഡ് എന്നാൽ അർത്ഥം എന്താണ്? മുരണ്ടു. എപ്പോഴാണ് മുരളുക? യെസ്, ദേഷ്യം പിടിക്കുമ്പോഴാണ്. അത് ദേഷ്യത്തോടെ മുരണ്ടു. മുരണ്ടുകൊണ്ട് എന്താ പറഞ്ഞത്? നോ, ഇല്ല എന്നാണ് പറഞ്ഞത്. ഐ വാണ്ട്
മൈ ബെല്ല ബേക്ക്. ഐ വാണ്ട് എനിക്ക് വേണം. മൈ ബെല്ല എന്റെ ബെല്ലയെ ബാക്ക് തിരിച്ച്, എനിക്ക് എന്റെ ബെല്ലയെ തിരിച്ചു വേണം. ലില്ലി ഷൗട്ടഡ്. ഷൗട്ടഡ് എന്നാൽ എന്താണ്? ഒച്ചത്തിൽ പറഞ്ഞു. ലില്ലി ഒച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്. എന്റെ ബെല്ലയെ എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ ബെയർ എന്താണ് പറയുന്നത്? ടേക്ക് എടുത്തോളൂ. ഇറ്റ് അത്. ടേക്ക് ഇറ്റ് ഫ്രം മീ എന്നിൽ നിന്നും അത് എടുത്തോളൂ. എങ്ങനെയാണെങ്കിൽ? ഈഫ് യു കേൻ. ഈഫ് എന്നാൽ എങ്കിൽ, യു കേൻ നിനക്ക് കഴിയുക. ഈഫ് യു കേൻ എന്നാൽ നിനക്ക് കഴിയുകയാണെങ്കിൽ അത് നീ എന്നിൽ നിന്നും എടുത്തോളൂ. സെഡ് പറഞ്ഞു. ആരാ പറഞ്ഞത്? ദ ബെയർ. കരടി പറഞ്ഞു. കരടിക്കറിയാം ഈ കൊച്ചു പെൺകുട്ടിക്ക് ഈ ശക്തവാനായ എന്റെ കയ്യിൽ നിന്നും അതെടുക്കാൻ കഴിയില്ലെന്ന്. ഐ വിൽ ഞാൻ എടുക്കും. ലില്ലി സെഡ് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? ബോൾഡ്ലി ധൈര്യത്തോടെ. ലില്ലി ധൈര്യത്തോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ വിൽ ടേക്ക് ഇറ്റ്. ഞാൻ അതിനെ എടുക്കും. അപ്പൊ കരടി ചോദിക്കുകയാണ്, ആർ യു സോ സ്ട്രോങ്? ആർ യു നീ ആണോ? സോ വളരെ സ്ട്രോങ് ശക്തിയുള്ള, നീ വളരെ ശക്തിയുള്ളവളാണോ? ദെൻ എങ്കിൽ പ്രൂവ് തെളിയിക്കൂ. ഇറ്റ് അത്. ദെൻ പ്രൂവ് ഇറ്റ് എങ്കിൽ അത് തെളിയിക്കൂ. അപ്പോൾ ലില്ലി എന്താണ് പറഞ്ഞത്? ഷുവർ തീർച്ചയായും. സെഡ് ലില്ലി. ലില്ലി പറഞ്ഞു. ഇവിടെ ബെയർ തന്റെ ശക്തി ലില്ലിക്ക് കാണിക്കുകയാണ് അല്ലെ? എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്? ദ ബെയർ ടുക്ക് എടുത്തു. എന്താ എടുത്തത്? എ സ്റ്റോൺ ഒരു കല്ലെടുത്തു. ഹി അവൻ, അതായത് ബെയർ, ക്രഷ്ഡ്. ക്രഷ്ഡ് എന്നാൽ എന്താണ് അർത്ഥം? പൊടിച്ചു, ഞെരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഹി ക്രഷ്ഡ് ഇറ്റ്. അത് അവൻ, അത് എന്നാൽ കല്ല്, ആ കല്ല് അവൻ പൊടിച്ചു. എങ്ങനെയാണ് പൊടിച്ചത്? ഇൻറ്റു പീസസ്. പീസസ് എന്നാൽ കഷ്ണങ്ങൾ. ഇൻറ്റു പീസസ് എന്നാൽ കഷ്ണങ്ങളായി. അവൻ ആ കല്ല് കഷ്ണങ്ങളായി പൊടിച്ചു. എന്നിട്ട് പറഞ്ഞു, ലുക്ക് നോക്കൂ, ഹൗ സ്ട്രോങ് ഐ ആം. ഹൗ സ്ട്രോങ് എന്തുമാത്രം ശക്തിയുള്ളവനാണ് ഞാൻ. ക്യാൻ യു ഡു ദിസ്? കേൻ കഴിയുമോ? യു നിനക്ക്. ക്യാൻ യു ഡു? ഡു എന്നാൽ ചെയ്യുക. ദിസ് ഇത്. ക്യാൻ യു ഡു ദിസ്? നിനക്കിത് ചെയ്യാൻ കഴിയുമോ? ചാലഞ്ചഡ് വെല്ലുവിളിച്ചു. ആരാ വെല്ലുവിളിച്ചത്? ദ ബെയർ അല്ലെ? ചാലഞ്ചഡ് എന്നാൽ വെല്ലുവിളിച്ചു. ചാലഞ്ചഡ് ദ ബെയർ. കരടി വെല്ലുവിളിച്ചു. അപ്പോൾ ലില്ലി എന്താണ് പറഞ്ഞത് നോക്കൂ. ഓഫ് കോഴ്സ്. ഓഫ് കോഴ്സ് എന്നാൽ തീർച്ചയായും. സെഡ് ലില്ലി. ലില്ലി പറഞ്ഞു തീർച്ചയായും എനിക്ക് കഴിയും എന്നാണ് ലില്ലി പറഞ്ഞത്. നോക്കൂ, ഒരു കല്ല് ബെയർ ക്രഷ് ചെയ്യുന്നത് കണ്ടില്ലേ കൂട്ടുകാർ? അപ്പോൾ ലില്ലി ഹാഡ് എൻ ഐഡിയ. ലില്ലി ഹാഡ് ലില്ലിക്കുണ്ടായി. എന്താ ഉണ്ടായത്? എൻ ഐഡിയ ഒരാശയം അല്ലേ? ലില്ലിയുടെ മനസ്സിൽ അപ്പോൾ ഒരാശയമുണ്ടായി. ഷീ ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. ഷീ ടുക്ക് അവൾ എടുത്തു. എന്താ എടുത്തത്? എ ബൺ ഒരു ബൺ എടുത്തു. ആൻഡ് വെറ്റ്. വെറ്റ് എന്നാൽ നനച്ചു എന്നാണ് അർത്ഥം. ഇറ്റ് അത് നനച്ചു. എങ്ങനെയാണ് നനച്ചത്? സീക്രട്ട്ലി രഹസ്യമായി. ലില്ലി ഒരു ബൺ എടുത്തു, അത് രഹസ്യമായി നനച്ചു. ദെൻ പിന്നീട് ഷീ പ്രസ്ഡ്. പ്രസ്ഡ് എന്നാൽ അമർത്തി. എന്താണ് അമർത്തിയത്? ദ ബൺ. ഷീ പ്രസ്ഡ് ദി ബൺ. അവൾ ബണ്ണ് അമർത്തി. വിത്ത് ഹെയർ ഹാൻഡ്സ്. വിത്ത് കൊണ്ട്. എന്തുകൊണ്ടാണ് അമർത്തിയത്? ഹെയർ ഹാൻഡ്സ് അവളുടെ കൈകൾ കൊണ്ട്. അവൾ അവളുടെ കൈകൾ കൊണ്ട് ബൺ അമർത്തി. വാട്ടർ ഡ്രിപ്പ്ഡ് ഡൗൺ ഫ്രം ഇറ്റ്. വാട്ടർ വെള്ളം. ഡ്രിപ്പ്ഡ് എന്നാൽ ഇറ്റ് വീണു. ഡ്രിപ്പ്ഡ് ഡൗൺ താഴേക്ക് ഇറ്റ് വീണു. ഫ്രം ഇറ്റ് അതിൽ നിന്നും. വെള്ളം താഴേക്ക് അതിൽ നിന്നും ഉറ്റി ഉറ്റി വീണു. നനഞ്ഞ ബണ്ണ് കണ്ടാൽ കരടിക്ക് അത് കല്ലാണെന്നാണ് തോന്നുക. അത് ലില്ലിക്ക് നന്നായി അറിയാം. നോക്കൂ,
ലുക്ക് നോക്കൂ, ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ സെഡ് ലില്ലി. ലുക്ക് നോക്കൂ, ഐ ക്യാൻ സ്ക്വീസ് എന്നാൽ അർത്ഥം എന്താണ്? പിഴിഞ്ഞെടുക്കുക. ഐ ക്യാൻ സ്ക്വീസ് എനിക്ക് പിഴിഞ്ഞെടുക്കാൻ കഴിഞ്ഞു. വാട്ടർ വെള്ളം, എനിക്ക് വെള്ളം പിഴിഞ്ഞെടുക്കാൻ കഴിഞ്ഞു. ഔട്ട് ഓഫ് സ്റ്റോൺ, ഔട്ട് ഓഫ് സ്റ്റോൺ എന്നാൽ എന്താണ്? സ്റ്റോൺ കല്ല്. ഔട്ട് ഓഫ് സ്റ്റോൺ എന്നാൽ കല്ലിൽ നിന്ന്, എനിക്ക് കല്ലിൽ നിന്ന് വെള്ളം പിഴിഞ്ഞെടുക്കാൻ കഴിഞ്ഞു. സെഡ് ലില്ലി, ലില്ലി പറഞ്ഞു. Who? She is stronger than me, the bear wondered. Who? She is stronger, stronger എന്നാൽ കുറച്ചുകൂടി ശക്തിയുള്ള, than me, than കാൽ എന്നാണ് അർത്ഥം. than me എന്നേക്കാൾ, അവൾ എന്നേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ളവളാണ്. the bear കരടി wondered അത്ഭുതപ്പെട്ടു. the bear played another trick. the bear കരടി played കളിച്ചു, another മറ്റൊരു ട്രിക്ക് തന്ത്രം. കരടി മറ്റൊരു തന്ത്രം കളിച്ചു. എന്താണ് മറ്റൊരു തന്ത്രം എന്ന് നോക്കൂ. he അവൻ pointed to a large honeycomb on a rock. അവൻ അതായത് കരടി pointed ചൂണ്ടിക്കാട്ടി to a large വലിയ honeycomb. honeycomb എന്നാൽ തേൻപലക. തേനീച്ചകൾ തേൻ ശേഖരിച്ചു വെക്കുന്ന ഒരു തരം പലക. on a rock, rock എന്നാൽ പാറ. അവൻ പാറയുടെ മുകളിലുള്ള ഒരു വലിയ തേൻപലക ചൂണ്ടിക്കാണിച്ചു. ലുക്ക് നോക്കൂ, there അവിടെ, അവിടെ നോക്കൂ, bring കൊണ്ടുവരിക, that honeycomb ആ തേൻപലക കൊണ്ടുവരിക, to me എനിക്ക്, ആ തേൻപലക എനിക്ക് കൊണ്ടുവരൂ. if you win, win എന്നാൽ വിജയിക്കുക. if you win നീ വിജയിക്കുകയാണെങ്കിൽ you will get നിനക്ക് ലഭിക്കും the teddy back ആ ടെഡിയെ തിരിച്ച്. നീ വിജയിക്കുകയാണെങ്കിൽ ആ ടെഡിയെ നിനക്ക് തിരിച്ചു ലഭിക്കും. കരടികൾക്ക് തേൻ വലിയ ഇഷ്ടമാണ്. അത് കിട്ടാനുള്ള ഒരു ട്രിക്ക് അഥവാ തന്ത്രമാണ് കരടി ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ ലില്ലി എന്താണ് പറഞ്ഞത്? യെസ്, ദാറ്റ് ഈസ് സോ സിമ്പിൾ സെഡ് ലില്ലി. ദാറ്റ് അത്, ഈസ് ആണ് എന്താണ്? സോ വളരെ സിമ്പിൾ ലളിതം, അത് വളരെ ലളിതമാണ്. സെഡ് ലില്ലി, ലില്ലി പറഞ്ഞു. ഷീ അവൾ ടുക്ക് എടുത്തു. എന്താ എടുത്തത്? ഒരു സ്ലിംഗ് ഷോട്ട്. സ്ലിംഗ് ഷോട്ട് എന്നാൽ കവണ. ഫ്രം ഹെർ ബാഗ് അവളുടെ ബാഗിൽ നിന്നും, അവൾ അവളുടെ ബാഗിൽ നിന്നും ഒരു കവണ എടുത്തു. കൂട്ടുകാർക്ക് കാണാം, ഇതാണ് കവണ. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവാർഡ്സ് ദ ഹണികോംബ്. ഷീ അവൾ ഷോട്ട്, ഷോട്ട് ഷൂട്ടിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഷൂട്ട് എന്നാൽ വെടിവെക്കുക എന്നാണ് യഥാർത്ഥ അർത്ഥം. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷോട്ട്, വെടിവെച്ചു. എന്നാൽ ഇവിടെ ഷോട്ട് എന്നാൽ തെറിപ്പിച്ചു എന്നാണ് അർത്ഥം. ഷീ ഷോട്ട് എ സ്റ്റോൺ അവൾ ഒരു കല്ല് തെറിപ്പിച്ചു. ടുവാർഡ്സ് നേരെ, എന്തിനു നേരെ? ദ ഹണികോംബ് തേൻപലകയ്ക്ക് നേരെ അവൾ ഒരു കല്ല് ചവണയിൽ നിന്നും തെറിപ്പിച്ചു. എന്ത് സംഭവിച്ചു കൂട്ടുകാരെ? യെസ്, ദ ഹണികോംബ് ഫെൽ ഡൗൺ. ഫെൽ ഡൗൺ എന്നാൽ താഴെ വീണു. തേൻപലക താഴെ വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. സ്വീറ്റ് മധുരമുള്ള ഹണി തേൻ സ്പ്ലാഷ്ഡ്, സ്പ്ലാഷ്ഡ് എന്നാൽ തെറിച്ചു. ഓൾ അറൗണ്ട് ചുറ്റിലും, മധുരമുള്ള തേൻ ചുറ്റിലും തെറിച്ചു. ഇത് കണ്ടപ്പോൾ ബെയർ എന്താണ് ചെയ്തതെന്ന് നോക്കൂ. ഹുറേ, ഹണി. ഹുറേ എന്നാൽ സന്തോഷം കൊണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമാണ്. ഹുറേ, ഹണി. സന്തോഷം കൊണ്ട് ബെയർ വിളിച്ചു പറയാണ് ഹുറേ, ഹണി. അതായത് ബെയർ
സന്തോഷത്താൽ മതിമറന്ന് ഹുറേ ഹണി എന്ന് വിളിച്ചു പറഞ്ഞ് ഓടുകയാണ്. The bear threw the teddy away and rushed towards the honeycomb. The bear threw away എന്നാൽ വലിച്ചെറിഞ്ഞു എന്നാണ് അർത്ഥം. ആരെയാണ് വലിച്ചെറിഞ്ഞത്? The teddy, ടെഡിയെ വലിച്ചെറിഞ്ഞു. ആൻഡ് റഷ്ഡ് എന്നാൽ വേഗത്തിലോടി. ടുവാർഡ്സ് ദി ഹണികോംബ്, ടുവാർഡ്സ് നേരെ, ഹണികോംബ് തേൻപലകയ്ക്ക് നേരെ ഓടി. അതായത് തേൻ കിട്ടിയപ്പോൾ എല്ലാം മറന്ന് ടെഡിയെ വലിച്ചെറിഞ്ഞ് സന്തോഷത്തോടെ ബെയർ തേൻപലകയ്ക്ക് നേരെ ഓടി. എന്നിട്ട് എന്താ പറഞ്ഞത്? യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. സ്ട്രോങ്ങർ, കൂടുതൽ ശക്തിയുള്ള. യു ആർ സ്ട്രോങ്ങർ ദാൻ മീ, എന്നേക്കാൾ, നീ എന്നേക്കാൾ കൂടുതൽ ശക്തിയുള്ളവളാണ്. ടേക്ക്, കൊണ്ടുപോകൂ, എടുക്കൂ. യുവർ ടെഡി, നിന്റെ ടെഡിയെ നീ എടുത്തോളൂ, കൊണ്ടുപോയിക്കൊള്ളൂ. ആൻഡ് താങ്ക് യു എന്നാൽ നിനക്ക് നന്ദി. ഫോർ ദി ഹണി, ഹണി എന്നാൽ തേൻ. ഫോർ ദി ഹണി എന്നാൽ തേനിന് നന്ദി. സെഡ് ദ ബെയർ, കരടി പറഞ്ഞു. അല്ലേ, നീ തേൻ തന്നതിന് നിനക്ക് നന്ദി എന്ന് കരടി പറഞ്ഞു. ലില്ലി ടുക്ക്, ലില്ലി എടുത്തു. ബെല്ല, ലില്ലി അവളുടെ പ്രിയപ്പെട്ട ബെല്ലയെ എടുത്തു. ആൻഡ് വെന്റ് ഹോം, വീട്ടിലേക്ക് പോയി. ഹാപ്പിലി, സന്തോഷത്തോടെ. ലില്ലി അവളുടെ ബെല്ലയെ എടുത്തു, സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഇവിടെ ലില്ലിക്ക് ശക്തനായ കരടിയിൽ നിന്നും അവളുടെ പ്രിയപ്പെട്ട ബെല്ലയെ തിരിച്ചു വാങ്ങാൻ കഴിഞ്ഞത് അവളുടെ ആത്മധൈര്യമാണ്. നോക്കൂ, ഇവിടെ നമുക്ക് അല്പം വർക്ക് ചെയ്യാനുണ്ട്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ആൻഡ് സെലക്ട് സെന്റൻസസ് സ്യൂട്ടബിൾ ടു ദം. ചിത്രങ്ങൾ നോക്കി അവയ്ക്ക് അനുയോജ്യമായ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. നമുക്കിവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവ നോക്കി താഴെ കൊടുത്തിട്ടുള്ള അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുക്കുക. റൈറ്റ് ദി സെന്റൻസസ് ഇൻ ദി ബോക്സസ്. ആ വാക്യങ്ങൾ തന്നിട്ടുള്ള ബോക്സിൽ എഴുതുക. നോക്കൂ, നമുക്കിവിടെ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവ മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിന് അനുയോജ്യമായത് എടുത്തെഴുതുക. നോക്കൂ, ഫസ്റ്റ് ചിത്രം എന്താണ്? ബെയർ ഒരു മരത്തിന് അടിയിലിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് യെസ്, ലില്ലി സോ ദ ബിഗ് ബെയർ അണ്ടർ എ ട്രീ. നമുക്കെടുത്ത് മുകളിൽ എഴുതാം. ലില്ലി സോ ദ ബിഗ് ബെയർ അണ്ടർ എ ട്രീ. പിന്നീട് എന്താണ് ഇവിടെ? ബെല്ലയുടെ ക്യാപ്പും ബെയറിന്റെ, കരടിയുടെ കാലടിപ്പാടുകളും കാണാം. നോക്കൂ, ലില്ലി സോ ദ ഫുട് പ്രിന്റ്സ് ഓഫ് എ ബിഗ് ബെയർ. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ ആദ്യം താഴെ തന്നിട്ടുള്ള സെന്റൻസുകൾ പരിശോധിച്ച് അനുയോജ്യമായത് എടുത്തെഴുതുമല്ലോ. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ.